ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. ഇന്ന് മുതൽ നമ്മൾ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുകയാണ്. ആദ്യമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ജിയോഗ്രഫിയുടെ ആദ്യ ചാപ്റ്ററായ ലോകത്തിന്റെ നെറുകയിൽ എന്നതാണ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായും പറയുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയാണ്. കഴിഞ്ഞ കുറെ എക്സാമുകളായിട്ട് എല്ലാ എക്സാമുകളിലും കുറഞ്ഞത് നമുക്ക് 1 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പരുവത്തിന് ഒരു ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭൂപ്രകൃതിയെ ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. ഈ ചാപ്റ്ററിലും പ്രധാനമായും ഇന്ത്യൻ ഭൂപ്രകൃതിയും ഇന്ത്യൻ കാലാവസ്ഥയും ഇന്ത്യയിലെ മണ്ണിനങ്ങൾ തുടങ്ങിയ പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ പാഠഭാഗത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആദ്യം എന്താണ്? വൈവിധ്യങ്ങളുടെ നാടായ ഇന്ത്യയെ പറ്റിയാണ്. ഭൂപ്രകൃതിയുടെ കാര്യത്തിലായാലും സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും ഇന്ത്യ ഒരു വൈവിധ്യങ്ങളുടെ നാട് തന്നെയാണ്. ഇന്ത്യക്ക് ഈ ഒരു വൈവിധ്യത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയിലെ ഈ സംസ്കാര വൈവിധ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിലെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. വടക്കു ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിന്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത മേഖലയും അതിന് തൊട്ടു തെക്കായി ഫലഭൂഷ്ടമായ വിശാലമായ സമതല പ്രദേശവും പടിഞ്ഞാറ് മരുപ്രദേശവും മധ്യഭാഗത്ത് അതിവിശാലമായ പീഠഭൂമിയും കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങളും ദ്വീപസമൂഹങ്ങളും അടങ്ങിയതാണ് ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ വൈവിധ്യങ്ങൾക്ക് കാരണവും ഈ ഡിഫറെന്റ് ടൈപ്സ് ഭൂപ്രകൃതി തന്നെയാണ്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെ 5ആയി തരംതിരിക്കാം. ആദ്യത്തേത് ആണ് ഉത്തരപർവ്വത മേഖല, രണ്ടാമത്തേത് ഉത്തരേന്ത്യൻ സമതലം, മൂന്നാമത്തേത് ഉപദ്വീപീയ പീഠഭൂമി, നാലാമത്തേത് ഇന്ത്യൻ മരുഭൂമി, അവസാനത്തേതും 5ാമത്തേതുമായ തീരസമതലങ്ങളും ദ്വീപുകളുമാണ്. ഇതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഓൾറെഡി തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ പൊസിഷൻസ് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിന്റെ തന്നെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ട്. ഈ പറയുന്ന പാമീർ പർവ്വതക്കെട്ട് മുതൽ കിഴക്കൻ മലനിരകൾ വരെ ഉൾപ്പെടുന്ന ഭാഗമാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അതായത് ഈ ഇന്ത്യൻ ഭൂപടത്തിൽ ഓറഞ്ച് കളറിൽ നൽകിയിരിക്കുന്ന ഈ പോർഷനാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അതായത് പാമീർ പർവ്വതക്കെട്ട് മുതൽ കിഴക്കൻ മലനിരകൾ. നമ്മുടെ കിഴക്കൻ മലനിരകൾ ഏതൊക്കെയാണ്? പട്കായി കുന്നുകൾ, നാഗാ കുന്നുകൾ, അതേപോലെ തന്നെ ഖാസി, ഖാരോ, ജയന്തിയ, ഈ പറയുന്ന കുന്നുകളെ ആണ് നമ്മൾ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. പാമീർ പർവ്വതക്കെട്ട് മുതൽ ഈ പറയുന്ന കിഴക്കൻ മലനിരകൾ വരെ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ പർവ്വത മേഖലയെയാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അതായത് ഈ ഭൂപടത്തിൽ ഓറഞ്ച് കളറിൽ നൽകിയിരിക്കുന്ന ഈ പർവ്വത മേഖല, അതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇനി ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് നമ്മുടെ ഉത്തരേന്ത്യൻ സമതലങ്ങൾ എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുമ്പോൾ പ്രധാനമായും സിന്ധു, ഗംഗ എന്നീ നദികളും ആ നദികളുടെ പോഷക നദികളും കൂടി ചേർന്നതാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. ഇന്ത്യൻ കാർഷിക സംസ്കാരത്തിന്റെ തന്നെ നട്ടെല്ല എന്നറിയപ്പെടുന്നതാണ് ഉത്തരേന്ത്യൻ സമതലം എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് വരുന്നതാണ് നമ്മുടെ ഥാർ മരുഭൂമി. അതായത് നമ്മുടെ മരുപ്രദേശങ്ങള്, രാജസ്ഥാനിലെ ഥാർ മരുഭൂമിയൊക്കെ ഉൾക്കൊള്ളുന്ന നമ്മുടെ മരുപ്രദേശങ്ങള്. ഇതാണ് മൂന്നാമത്തെ ഭൂവിഭാഗം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. എന്താണ് ഉപദ്വീപീയ പീഠഭൂമി? അതായത് ഏകദേശം സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഒരു വി ഷേപ്പിലൊക്കെ തോന്നാൻ പരുവത്തിനുള്ള ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ തീരത്തിനെ പശ്ചിമഘട്ടം, അതായത് പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കു ഭാഗത്തെ പൂർവ്വഘട്ടത്തിന്റെ കിഴക്കൻ തീരസമതലം എന്നും പറയുന്നു. അതിനുശേഷം നമ്മുടെ അവസാനത്തെ ഭൂവിഭാഗമാണ് നമ്മുടെ ദ്വീപസമൂഹങ്ങളുള്ളത്. അതായത് ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ ദ്വീപ്, ദാമൻ ദ്വീപ് തുടങ്ങിയ ദ്വീപസമൂഹങ്ങൾ. ഓക്കെ, 5 ഭൂവിഭാഗങ്ങളാണുള്ളത്. ആ 5 ഭൂവിഭാഗങ്ങളിൽ ആദ്യത്തേതാണ് ഉത്തരപർവ്വത മേഖല, രണ്ടാമത്തേത് ഉത്തരേന്ത്യൻ സമതലം, മൂന്നാമത്തേത് ഉപദ്വീപീയ പീഠഭൂമിയും, നാലാമത്തേത് ഇന്ത്യൻ മരുഭൂമിയും, അവസാനത്തേത് തീരസമതലങ്ങളും ദ്വീപുകളുമാണ്.
അതിനുശേഷം നമുക്ക് നോക്കേണ്ടത് ഉത്തരപർവ്വത മേഖല. ഈ ചാപ്റ്ററിൽ പ്രധാനമായും പറയുന്നതും ഉത്തരപർവ്വത മേഖലയെ തന്നെയാണ് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യുന്നതും. ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ, അതായത് കിഴക്കൻ മലനിരകൾ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തരപർവ്വത മേഖല. ഓക്കെ, ഇനി ഈ ഉത്തരപർവ്വത മേഖല നമ്മൾ പറഞ്ഞു പാമീർ പീഠഭൂമിയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് എന്ന് പറഞ്ഞു. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നത് മറ്റ് പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഒന്നാണ് നമ്മുടെ ടിയാൻഷാൻ എന്ന് പറയുന്ന ഈ പർവ്വതനിര, അടുത്തതാണ് ഹിന്ദുകുഷ് പർവ്വതനിര, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് കുൻലൂൻ പർവ്വതനിര എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓൾറെഡി ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്നത് പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നു എന്ന് പറയുന്നത് കുൻലൂൻ പർവ്വതനിരയാണ്. ബാക്കി പർവ്വതനിരകളാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഏതാണ്? ഒന്ന് ഹിന്ദുകുഷ് പർവ്വതനിരയാണ്. അടുത്തത് ഏതാണ്? ടിയാൻഷാൻ പർവ്വതനിരയാണ്. അവരൊരു പർവ്വതനിര അവിടെ ചോദിച്ചിട്ടുള്ളൂ. ആക്ച്വലി അവിടെ നിന്ന് 3 പർവ്വതനിരയുണ്ട്. കുൻലൂൻ പർവ്വതനിരയും അതേപോലെ തന്നെ ഹിന്ദുകുഷും ടിയാൻഷാൻ പർവ്വതനിരകളും. ഈ 3 പർവ്വതനിരകളാണ് നമ്മുടെ ലോകത്തിന്റെ തന്നെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൽ പ്രധാനമായും നമുക്ക് വരുന്ന എന്താണ്? നമ്മുടെ ഹിമാലയമാണ് പറയുന്നത്. ഈ ഹിമാലയം എന്ന് പറയുന്നത് ഒരു പർവ്വതമാണ്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം പർവ്വതം എന്ന് പറയുന്നത്. എന്താണ് മടക്ക് പർവ്വതം എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഭൂവൽക്കത്തിലെ ശിലാപാളികളിൽ സമ്മർദ്ദബലത്താൽ മടക്ക് പർവ്വത രൂപം പെടാറുണ്ട്. വലനം അഥവാ ഫോൾഡിംഗ് എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹിമാലയ പർവ്വതം എന്ന് പറയുന്നത് ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആണ്, അതായത് ഒരു മടക്ക പർവ്വതമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് നമ്മുടെ ഹിമാലയ പർവ്വതം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ ഈ പർവ്വതനിര ശിലാപാളികൾക്ക് വലനം സംഭവിച്ച്, അതായത് ഫോൾഡിംഗ് സംഭവിച്ച് രൂപപ്പെടുന്ന മടക്ക് പർവ്വതങ്ങളാണ്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര പർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? നമ്മുടെ ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത് പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം, ഈ ഡിസ്റ്റൻസ് നമ്മൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം, 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തര പർവ്വത മേഖലയുടെ വീതി എത്രയാണ്? 150 മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വാരങ്ങളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണിത്. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ തരംതിരിക്കാം. അതേതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖലയെ തരംതിരിക്കുന്നത് ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും കിഴക്കൻ മലനിരകൾ എന്നും അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്നുമാണ്. അതായത് നമ്മുടെ പർവ്വതനിരയെ നമ്മൾ 3ആയി തരംതിരിക്കുന്നു. ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും കിഴക്കൻ കുന്നുകൾ എന്നും പറയുന്നു. പിന്നെ നമ്മളിപ്പോ പർവ്വത പ്രദേശത്തിനെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ. ശരിക്കും നമ്മൾ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 900 മീറ്റർ. നമ്മൾ അറിഞ്ഞിരിക്കണം സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ ഉയരത്തിലുള്ളതാണ്? സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പോയിന്റിലേക്ക് തന്നെ വരാം. ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ട്രാൻസ് ഹിമാലയവും അതുപോലെ തന്നെ ഹിമാലയവും കിഴക്കൻ മലനിരകളുമാണ് ഇത്. ഇനി ഇതിന്റെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നൽകിയിട്ടുണ്ട്, നോക്കാം. അതായത് ഈ കാണുന്ന
ഭൂപടത്തിൽ ഈ റെഡ് കളറിൽ കാണുന്ന പോർഷൻസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ കാരക്കോറം, ലഡാക്ക്, ഈ പറയുന്ന സസ്കാറ, 3 ലൈൻ കണ്ടല്ലോ ഏറ്റവും ടോപ്പിൽ കാണുന്നത്. ഈ പോർഷൻസിനെയാണ് നമ്മൾ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ് ഹിമാലയം എന്നിനെ 3ആയി തിരിച്ചിരിക്കുന്നതാണ് അവര്, കാരക്കോറം, ലഡാക്ക്, സസ്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിലെ ഏറ്റവും ടോപ്പിൽ കാണുന്ന പോർഷൻ കാരക്കോറവും, മിഡിലിൽ വരുന്ന പോർഷൻ ലഡാക്കും, ഏറ്റവും താഴെ വരുന്ന പോർഷൻ ഏതാണ്, അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയത്തിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്നത് ഏതാണ്, സസ്കാർ മലനിരകളുമാണ്. ഇനി അടുത്ത നമ്മൾ പറഞ്ഞു ട്രാൻസ് ഹിമാലയം ഏറ്റവും ടോപ്പില്, അതിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഹിമാലയം എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഈ വയലറ്റ് കളറിൽ, ഈ പിക്ചറിൽ വയലറ്റ് കളറിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് നമ്മൾ ഹിമാലയം എന്ന് പറയുന്നത്. ഈ ഹിമാലയത്തിനെയും 3ആയി തിരിച്ചിട്ടുണ്ട്. ഹിമാദ്രി, ഈ ഹിമാദ്രി എന്ന് തിരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണെങ്കിൽ ഹിമാചൽ എന്ന് തിരിച്ചിട്ടുണ്ട്. അതേതാണ്, സിവാലിക് എന്ന് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണെങ്കിൽ ഈ ഗ്രീൻ കളറിൽ നൽകിയിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിൽ നൽകിയിരിക്കുന്ന ഈ പോർഷൻസിനെ ആണ് നമ്മൾ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു കിഴക്കൻ മലനിരകൾ പെടുന്ന ഏതൊക്കെയാണ്, നമ്മുടെ പട്കായി കുന്നുകൾ കിഴക്കൻ മലനിരയിൽ പെടുന്നുണ്ട്. അതേപോലെ തന്നെ കുന്നുകൾ, അതുപോലെ തന്നെ നമ്മുടെ മീസോ കുന്നുകൾ, അതുപോലെ തന്നെ ജയന്തി, മേഘാലയയിലുള്ള ജയന്തി, ഖാരോ, ഖാസി, ജയന്തി, ഈ കുന്നുകളൊക്കെയാണ് നമ്മുടെ കിഴക്കൻ മലനിരകളിൽ കാണപ്പെടുന്നത്. അപ്പൊ ഏറ്റവും ടോപ്പിൽ ട്രാൻസ് ഹിമാലയം, അതിന്റെ തൊട്ട് താഴെയായി ഹിമാലയം, കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്നതിന് കിഴക്കൻ മലനിരകൾ എന്ന് അറിയപ്പെടുന്നു. ഇനി ഇതിന്റെ ഓരോ ഡിവിഷൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇതിനൊരു കോളം ഫില്ല് ചെയ്യാനുണ്ട്. ട്രാൻസ് ഹിമാലയത്തിലെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഏതൊക്കെയാണെന്ന് ഓൾറെഡി പറഞ്ഞു. കാരക്കോറം, അതേപോലെ തന്നെയാണെങ്കിൽ ലഡാക്ക്, അതുപോലെ തന്നെ സസ്കാർ. മസ്റ്റായിട്ട് നമ്മൾ അതിന്റെ ഓർഡർ അറിഞ്ഞിരിക്കണം കേട്ടോ. ഏറ്റവും ടോപ്പിൽ കാരക്കോറം, അതിനുശേഷം ലഡാക്ക്, അതിനുശേഷം സസ്കാറ എന്നുള്ളത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു കോഡ് ഇട്ട് ഓർത്തിരിക്കാം. ഹിമാലയൊക്കെ അല്ലേ, കൈലാസം എന്നങ്ങ് ഓർത്തിരുന്നാൽ മതി. അപ്പൊ കാരക്കോറം, ലഡാക്ക്, സസ്കാറ, ആ ഓർഡർ നമുക്ക് അങ്ങ് ലഭിക്കും. ഈ ഹിമാലയത്തിലും 3 പോർഷൻസ് ആണുള്ളത്. ഹിമാദ്രി, ഹിമാചൽ ആൻഡ് സിവാലിക പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും ടോപ്പിൽ ഹിമാദ്രി, ശേഷം ഹിമാചൽ, ഏറ്റവും താഴെ സിവാലിക. കിഴക്കൻ കുന്നുകളും നാഗാ കുന്നുകൾ, അതേപോലെ തന്നെ മീസോ കുന്നുകൾ, കൈ കുന്നുകൾ, ഇതൊക്കെയാണ് കിഴക്കൻ കുന്നുകളിൽ വരുന്നത്. ഇനി ഓരോന്നും, അതായത് ട്രാൻസ് ഹിമാലയത്തിനെ പറ്റി ഇനി നമ്മൾ ഓരോ പോർഷൻസ് സെപ്പറേറ്റ് എടുത്ത് നോക്കിയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് ഏതാണ്, ട്രാൻസ് ഹിമാലയം തന്നെയാണ്. കാരണം ഏറ്റവും ടോപ്പിലുള്ള ട്രാൻസ് ഹിമാലയം ആണല്ലോ. ട്രാൻസ് ഹിമാലയം തന്നെ നോക്കാം. ഇതിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നതാണ് എന്താ, ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. ഈ ട്രാൻസ് ഹിമാലയത്തിനെ തന്നെ ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കാരക്കോറം മലനിരകൾ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അങ്ങനെ ബന്ധിപ്പിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ഡൗട്ട് നമുക്ക് വരും. അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ട്രാൻസ് ഹിമാലയത്തിനെ കാരക്കോറം എന്നും ലഡാക്ക് എന്നും സസ്കാർ എന്നും തിരിച്ചിട്ടുണ്ട് 3ആയിട്ട്. അതിൽ ഏറ്റവും ടോപ്പ് വരുന്ന പോർഷനാണ് കാരക്കോറം എന്ന് പറയുന്നത്. ഈ പറയുന്ന കാരക്കോറം മലനിരകൾ ഹിമാലയ പർവ്വതത്തെ ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അടുത്തതാണ് ട്രാൻസ് ഹിമാലയത്തിന്റെ തൊട്ട് തെക്കായിട്ട് വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിര ഏതാണ്, ഹിമാലയമാണ്. ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ ഹിമാലയത്തിനെ ഹിമാദ്രി എന്നും ഹിമാചൽ എന്നും സിവാലിക് എന്നും 3ആയി തിരിച്ചിരിക്കുന്നു എന്നും. ഓക്കെ, അത് നമ്മൾ പിക്ചറിലും ഓൾറെഡി നോക്കിയതാണ്. ഹിമാലയത്തിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഈ നിരയെ ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നു. എന്താണ്, നമ്മൾ സിവാലിക്കിനെ പറ്റിയാണ് പറഞ്ഞത്. അതായത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇങ്ങനെ 3ആയി തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിലെ ഏറ്റവും തെക്കായി കാണപ്പെടുന്ന പോർഷനാണ് സിവാലിക് എന്ന് പറയുന്നത്. ഈ പറയുന്ന സിവാലിക്കിന് ഏകദേശം എത്രയാണ്, ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്.
ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെ, ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കായിട്ടല്ലേ കാണപ്പെടുന്നത്, അപ്പം ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഈ ഭാഗത്തിന് എന്താണ് പറയുന്നത്? ഔട്ടർ ഹിമാലയം. ഏറ്റവും പുറമേ കാണുന്നു, ഔട്ടിൽ കാണപ്പെടുന്നു. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതാണ്? സിവാലിക്കാണ് ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത്. ഇനി സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. അതായത് ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹിമാചലിനെ ലസർ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പം ഇതിന് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം എത്രയാണ്? 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ഈ പറയുന്ന ഹിമാചലിന്റെ ഉയരം. എന്നാൽ ഇതിന്റെ വീതി എത്രയാണ്? 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഇതിനെ നമ്മൾ എന്തോ ആയിട്ടാണ് പറയുന്നത്? ലസർ ഹിമാലയം എന്ന പേരിലാണ് പറയുന്നത്. അടുത്തതാണ് നമ്മുടെ ഗ്രേറ്റർ ഹിമാലയം എന്ന് പറയുന്നത്. അതായത് ഹിമാലയത്തിനെ 3ആയി തിരിച്ചിരിക്കുന്ന ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക എന്ന് പറയുന്നതിന്റെ ഏറ്റവും ടോപ്പായ ഹിമാദ്രി, ഹിമാദ്രിയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേറ്റർ ഹിമാലയം എന്ന് പറയുന്നത്. ഇനി ഗ്രേറ്റർ ഹിമാലയത്തിനെ ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഹിമാലയത്തിലെ ഏറ്റവും ടോപ്പായ ഹിമാദ്രിയെ തന്നെയാണ് ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും പറയുന്നത്. ഈ പറയുന്ന ഗ്രേറ്റർ ഹിമാലയം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുണ്ട്. ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി. അപ്പൊ ഏറ്റവും കൂടുതൽ വീതി എവിടെയാണ്? സിവാലിക്കിനാണ് വരുന്നത്. 60 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. എന്നാൽ ഹിമാചലിന്റെ നീളം എത്രയാണ്? 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഈ പറയുന്ന ഏറ്റവും ടോപ്പിൽ കാണപ്പെടുന്ന നമ്മുടെ ഗ്രേറ്റർ ഹിമാലയത്തിന്റെ വീതി എത്രയാണ്? 25 കിലോമീറ്റർ ആണ്. എന്നാൽ ഹിമാചലിന് സമുദ്രനിരപ്പിൽ നിന്നും 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ഉയരമുള്ളത്. നമ്മുടെ ഗ്രേറ്റർ ഹിമാലയം അഥവാ ഇന്നർ ഹിമാലയത്തിന് എത്രയാണ് വരുന്നത്? 6100 മീറ്ററിന് മുകളിലാണ്. ഓക്കെ, ഇനി ഹിമാലയത്തിന്റെ പിറവിയെ പറ്റി പറയുന്നുണ്ട്. പറഞ്ഞു ഹിമാലയം എന്ന് പറയുന്നത് ഒരു മടക്ക് പർവ്വതനിരയാണെന്നൊക്കെ. ശിലാമണ്ഡല ഫലകങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വേൾഡ് ജോഗ്രഫി പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ശിലാമണ്ഡല ഫലകങ്ങളൊക്കെ. ഈ ഹിമാലയത്തിനെ പറ്റി പറയുമ്പോൾ ഹിമാലയം മടക്ക് പർവ്വതമാണെന്നോ അതെങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന നമ്മുടെ ഫലക സിദ്ധാന്തം വെച്ചിട്ട് 3 ടൈപ്പിലുള്ളതാണ്. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്ന് പറയുന്നു. അതായത് ഫലകങ്ങളുടെ മൂവ്മെന്റിനെയാണ് പറയുന്നത്. അതിൽ ഈ സംയോജക സീമ എന്ന് വെച്ചാൽ ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾ, അതായത് ഫലകങ്ങൾ തമ്മിൽ അടുത്തു വരുന്നു. അപ്പൊ അവിടെ ഒരു ഫോൾഡിങ്, ഇവിടെ ഒരു ഫോൾഡിങ് വരുന്നില്ലേ? അങ്ങനെ ഒരു ഫോൾഡിങ് മൗണ്ടെയിൻ രൂപം കൊള്ളുന്നു. അതായത് എന്താണ്? സംയോജക സീമയിലൂടെയാണ് മടക്ക പർവ്വതങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഹിമാലയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു മടക്ക പർവ്വതമാണ്. അതുകൊണ്ട് തന്നെ അത് സംയോജക സീമയിലൂടെയാണ് രൂപം കൊണ്ട പർവ്വതമാണ്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതം എന്ന ലോകത്തിലെ ഉയരമേറിയ പർവ്വത നിരകളിൽ ഒന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ആദ്യം അത് രൂപം കൊണ്ടപ്പോഴുള്ള ഹൈറ്റ് ഒന്നും അല്ല, ഇന്നും അത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ കണക്കുകൾ പറയുന്നത്. ഇനി ശിലാമണ്ഡല ഫലകങ്ങൾ, ഇതിനെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ നമ്മൾ പോകുന്നില്ല. ഓൾറെഡി അത് വേൾഡ് ജോഗ്രഫി എന്ന ടോപ്പിക്കിൽ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹിമാലയ പർവ്വതം ഒരു മടക്ക് പർവ്വതമാണെന്നും അത് ഛേദക സീമയിലൂടെ രൂപം കൊണ്ടതാണെന്നും മാത്രം അറിഞ്ഞിരിക്കാം. ഓക്കെ, ഛേദക സീമയിൽ സംയോജക സീമയിലൂടെ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി നമ്മൾ പറഞ്ഞു ഫോൾഡിംഗ് സംഭവിക്കുന്നു. അങ്ങനെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഏകദേശം 150 മുതൽ 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധ ഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ 2 ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ട തെതീസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി.
അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ മടക്ക് പർവ്വതമാണ്. മടക്ക് പർവ്വതം രൂപീകരിച്ചപ്പോൾ അത് വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതായത് ഹിമാലയത്തിന്റെ ഹൈറ്റ് ഇന്നും കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതമാണ് ഹിമാലയം. ഓക്കെ, ഹിമാലയത്തിനെ ഇപ്പം നമ്മൾ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ എന്നൊക്കെ ഉത്തരപർവ്വത മേഖലയെ വേർതിരിച്ചു. അതിനുശേഷം നമ്മൾ ട്രാൻസ് ഹിമാലയത്തിനെ 3ആയി ഡിവൈഡ് ചെയ്തു, ഹിമാലയത്തിനെ 3ആയി ഡിവൈഡ് ചെയ്തു. ഇനി ഈ ഹിമാലയത്തിനെ വീണ്ടും അതിന്റെ പ്രാദേശിക വിഭാഗങ്ങളുണ്ട്. അതാണ് പടിഞ്ഞാറൻ ഹിമാലയം, അതുപോലെ തന്നെ മധ്യ ഹിമാലയം, അതുപോലെ കിഴക്കൻ ഹിമാലയം എന്ന് പറഞ്ഞ്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പടിഞ്ഞാറൻ ഹിമാലയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത്, മധ്യ ഹിമാലയം എന്ന് വെച്ചാൽ പടിഞ്ഞാറൻ ഹിമാലയത്തിനും കിഴക്കൻ ഹിമാലയത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇനി ഇത് നദികളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പ്രാദേശിക ഡിവിഷൻ നടന്നിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറയുന്ന പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിൽ രൂപം കൊള്ളുന്ന ഭാഗമാണ് പടിഞ്ഞാറൻ ഹിമാലയം. എന്നാൽ കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഉള്ളിലുള്ളതാണ് മധ്യ ഹിമാലയം. ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ കിടക്കുന്നതാണ് കിഴക്കൻ ഹിമാലയം. ഇപ്പോൾ അത്ര ക്ലിയർ ആയി ആർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് ജസ്റ്റ് ഇതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് നോക്കാം. അതായത് നമ്മുടെ സിന്ധു നദി എന്ന് പറയുന്ന സിന്ധു നദി മുതൽ കാളി നദി, ഏതാണ് സിന്ധു നദി? ഇതാ ഇവിടെ കിടപ്പുണ്ട്. ഈ സിന്ധു നദി മുതൽ കാളി നദി വരെ, കാളി നദി എവിടെയാണ്? ഇതാണ് കാളി നദി എന്ന് പറയുന്നത്. ഈ സിന്ധു നദി മുതൽ കാളി നദി വരെ കിടക്കുന്ന നമ്മുടെ ഈ വയലറ്റ് കളറിൽ എഴുതിയിരിക്കുന്ന പോർഷനാണല്ലോ നമ്മുടെ ഹിമാലയൻ മലനിരകൾ എന്ന് പറയുന്നത്. അപ്പം ഈ സിന്ധു നദി മുതൽ കാളി നദി വരെ കിടക്കുന്ന പോർഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. എന്നാൽ കാളി നദി മുതൽ ഇവിടെ കിടക്കുന്നത് നമ്മുടെ ടീസ്റ്റ നദി എന്ന് പറയുന്നത്. ഈ ടീസ്റ്റ നദി, കാളി നദി മുതൽ ടീസ്റ്റ നദി വരെ കിടക്കുന്ന പോർഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. ഇത് ടീസ്റ്റ നദി. ഇനി ഈ ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെയാണ്. ബ്രഹ്മപുത്ര എന്ന് പറയുമ്പോൾ ഏകദേശം അരുണാചൽ പ്രദേശിലൂടെയാണ് ബ്രഹ്മപുത്ര. അതുണ്ടോ സാംഗോ എന്നിവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? സാംഗോ ടിബറ്റ്, അതായത് നമ്മുടെ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുമ്പോൾ അതിന്റെ പേരാണ് സാംഗോ എന്ന് പറയുന്നത്. അതിനുശേഷം അത് അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പേരാണ് ബ്രഹ്മപുത്ര എന്ന് പറയുന്നത്. ഏകദേശം ബ്രഹ്മപുത്രയുടെ വരവെന്ന് പറയുന്നത് അരുണാചൽ പ്രദേശിനെ കവർ ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പം ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ കിടക്കുന്ന ആ പോർഷൻസിനെ പറയുന്നത് എന്താണ്? അതിനെ ആണ് നമ്മൾ കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നമുക്കൊന്ന് നോക്കാം. സിന്ധു നദി മുതൽ കാളി നദി വരെ കിടക്കുന്നതിനെ നമ്മൾ എന്താണ് പറയുന്നത്? പടിഞ്ഞാറൻ ഹിമാലയം എന്നും, കാളി നദി മുതൽ ടീസ്റ്റ നദി വരെ കിടക്കുന്നതിനെ നമ്മൾ മധ്യ ഹിമാലയം എന്നും, ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ കിടക്കുന്നതിനെ എന്താണ് പറയുന്നത്? അതിനെ നമ്മൾ പറയുന്നത് കിഴക്കൻ ഹിമാലയം എന്നുമാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ട പോർഷൻ ജമ്മു കാശ്മീരിന് വടക്ക് സിന്ധു നദി താഴ്വാരം മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി നദി താഴ്വാര വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം എന്നും പറയാം. കാരണം കൂടുതലായും ജമ്മു കാശ്മീരിലാണ് പോർഷൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ കാശ്മീർ ഹിമാലയം എന്നും പറയാം. ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തിരിക്കാം. കാശ്മീർ ഹിമാലയം എന്നും ഹിമാചൽ ഹിമാലയം എന്നും അതുപോലെ തന്നെ എന്താണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും പറയുന്നു. ഏതാണ് നമ്മുടെ പടിഞ്ഞാറൻ ഹിമാലയം? സിന്ധു നദി മുതൽ കാളി നദി വരെ വ്യാപിച്ചു കിടക്കുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തിനെ വീണ്ടും 3ആയി തിരിച്ചിരിക്കുന്നു. കാശ്മീർ ഹിമാലയം, അതായത് നമ്മുടെ ജമ്മു കാശ്മീരിൽ കിടക്കുന്ന ഭാഗമാണ് കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. ഹിമാചൽ പ്രദേശിൽ വരുന്നതോ ഹിമാചൽ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡിൽ വരുന്ന ഹിമാലയമോ ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നു. പ്രത്യേകിച്ചത് അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട്. നമുക്ക് ആ സംസ്ഥാനങ്ങളുടെ പേരിൽ തന്നെ അവരത് പ്രാദേശികമായി അങ്ങോട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കാശ്മീർ ഹിമാലയത്തെ പറ്റി ഒന്ന് നോക്കാം. ജമ്മു കാശ്മീർ, ലഡാക്ക് പ്രദേശങ്ങളിൽ ഏകദേശം 3.5 lakh ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്.
ഓക്കെ, ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശങ്ങളിൽ ഏകദേശം 3.5 ലാഖ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമാണുള്ളത്. മഞ്ഞുമൂടിയ കൊടുമുടികളും താഴ്വാരങ്ങളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, സസ്കാർ, ലഡാക്ക്, പിർപാഞ്ചൽ എന്നിവ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു കാരക്കോറം മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന ഏത് ഭൂപ്രകൃതിയിലാണെന്നുള്ളത്. കാരക്കോറം റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ കാരക്കോറം റീജിയനിലാണ് 8611 മീറ്റർ ഉയരമുള്ള ലോകത്തിലെ രണ്ടാമത്തെ വലിയ പർവ്വതനിരയല്ല കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിയാച്ചിനെ പറ്റി അറിയണം. സിയാച്ചിൻ എന്ന് പറയുന്നത് ഒരു മഞ്ഞുമൂടിയ പ്രദേശമാണെന്ന് നമുക്കറിയാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി എന്നാണ് സിയാച്ചിനെ വിശേഷിപ്പിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണെന്ന്. അത് സിയാച്ചിനാണ് അതിന്റെ ആൻസർ. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്, ഇതിലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിരിക്കുന്നതാണ്, ഹിമാലയ നദികൾ വർഷം മുഴുവൻ ജലസമൃദ്ധമായിരിക്കാൻ കാരണം എന്താണെന്ന്. എന്താണ് കാരണം? വർഷകാലത്ത് മഴയിൽ നിന്നും അതിന് വെള്ളം ലഭിക്കും. എന്നാൽ വേനൽക്കാലത്തോ ഫുള്ള് ഹിമാനിയല്ലേ, നമ്മുടെ മഞ്ഞല്ലേ, ആ മഞ്ഞുരുകിയും അവിടെ വെള്ളം ലഭിക്കും. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ എന്താണ്, ജലസമൃദ്ധമായിരിക്കും ഹിമാലയൻ നദികൾ. എന്നാൽ ഉപദ്വീപീയൻ നദികളിൽ എന്തുകൊണ്ടാണ് വർഷകാലത്ത് മാത്രം ലഭിക്കുന്ന മഴയിൽ നിന്ന് മാത്രമേ ഇതില് ജലം ലഭിക്കുകയുള്ളൂ. എന്നാൽ ഹിമാലയയിൽ നിന്നും ജലം ലഭിക്കാൻ ഈ പറയുന്ന നദികൾക്ക് ഇല്ല. അത് ഹിമാലയൻ നദികൾക്ക് മാത്രമാണ് ഹിമാനിയിൽ നിന്നും ജലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വർഷം മുഴുവൻ അവ ജലസമൃദ്ധമായി കാണപ്പെടുന്നത്. ഈ പറയുന്ന നമ്മുടെ കാശ്മീർ ഹിമാലയത്തിന്റെ പോർഷനിൽ ധാരാളം തടാകങ്ങൾ ഉണ്ട്. ഇന്ത്യയിലെ തന്നെ പ്രധാന ഒരു ശുദ്ധജല തടാകമാണ് ധാൽ എന്ന് പറയുന്ന ശുദ്ധജല തടാകം. ഈ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് തടാകത്തിന്റെ തീരത്താണെന്ന്. ധാൽ തടാകത്തിന്റെ തീരത്താണ്. അതുപോലെ തന്നെ ഒന്നാണ് ശിക്കാര തോണികൾ ഏത് തടാകത്തിലാണ് കൂടുതലായി കാണുന്നത്? അത് ധാൽ തടാകത്തിലാണ്. കാശ്മീർ, കുളു, മണാലിയൊക്കെ പോയവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ശിക്കാര ബോട്ടുകൾ എന്താണെന്ന്. നമ്മളെപ്പോഴും ഇഷ്ടംപോലെ പിക്ചറുകളൊക്കെ ഇതിന്റെ കാണുന്നതാണ്. ടെക്സ്റ്റിലും ഓൾറെഡി തന്നെ ഒരു ശിക്കാര തോണിയുടെ പിക്ചർ കാണിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ വലിയൊരു ടൂറിസം തന്നെയാണ്, അവരുടെ വലിയൊരു വരുമാന മാർഗം തന്നെയാണ് ഇത്. അത് ധാൽ തടാകത്തിലാണ് പ്രധാനമായും ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഗുൽമർഗ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഒരു പുൽമേടിനെ പറ്റിയാണ്. പർവ്വതച്ചെരിവുകളിൽ വേനൽക്കാലത്ത് രൂപം കൊള്ളുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നറിയപ്പെടുന്നത്. പർവ്വതച്ചെരിവുകളിൽ വേനൽക്കാലത്ത് രൂപം കൊള്ളുന്നതാണ് മർഗുകൾ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് താഴേക്ക് വരുമ്പോൾ ശൈത്യകാലത്ത് രൂപം കൊള്ളുന്ന പുൽമേടുകളും കൂടി അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇവിടെ പ്രത്യേകം എടുത്തു തന്നെ ഓർത്തിരിക്കുക, പർവ്വതച്ചെരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപം കൊള്ളുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെ നമ്മുടെ കാശ്മീർ ഹിമാലയം തീർന്നു. അടുത്ത നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആണ് ഹിമാചൽ ഹിമാലയം. പ്രധാനമായും ഹിമാചൽ പ്രദേശം എന്ന സംസ്ഥാനത്ത് ഉൾപ്പെടുന്ന ഹിമാലയൻ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഈ പർവ്വത പ്രദേശത്ത് പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഏത് നദിയുടെ പോഷക നദിയാണ് ചിനാബ്, രവി, ബിയാസ്? ഇതൊക്കെ സിന്ധു നദിയുടെ പോഷക നദിയാണ് ചിനാബ്, രവി, ബിയാസ്. ഈ പറയുന്ന നദിയുടെ കൂടുതലായിട്ടും ഈ പറയുന്ന നദിയുടെ പർവ്വത പ്രദേശങ്ങളാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പാസിനെ പറ്റിയാണ് അറിഞ്ഞിരിക്കേണ്ടത്, അതായത് ചുരത്തിനെ പറ്റിയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന പാസാണ് ബാരാലഞ്ചല ചുരം എന്ന് പറയുന്നത്. കുളു താഴ്വരയെ സ്പിതി എന്നീ താഴ്വാരകളുമായി ബന്ധിപ്പിക്കുന്ന കുളു താഴ്വാരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വാരകളുമായി ബന്ധിപ്പിക്കുന്നതാണ്
റോഹ്താങ് ചുരം. ഈ പറയുന്ന റോഹ്താങ് ചുരവും ബാരാലഞ്ചല ചുരവും ഏത് സംസ്ഥാനത്താണ് എന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഹിമാചൽ പ്രദേശിലാണ്. അത് ഏതിനേക്ക് തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നതാണ് ബാരാലഞ്ചല ചുരം എന്ന് പറയുന്നത്. എന്നാൽ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി കുളു താഴ്വരയെ ബന്ധിപ്പിക്കുന്നത് ഏതാണ്? അത് റോഹ്താങ് ചുരമാണ്. അപ്പൊ നമ്മൾ 2 ചുരം പഠിച്ചു. ഒന്ന് ബാരാലഞ്ചല ചുരം, അതുപോലെ തന്നെ റോഹ്താങ് ചുരം. രണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അടുത്തായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ചൂട് നീരുറവകളെ പറ്റിയാണ്. ചൂട് നീരുറവ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത് എന്ന്. അതായത് മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുന്നു. ഇങ്ങനെ ഭൂഗർഭജലത്തിന്റെ ഭാഗമാകുമ്പോൾ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായ ഇടങ്ങളിൽ ഭൗമോപരിതലത്തിനടിയിൽ ശിലാപാളികൾ ചൂട് പിടിക്കുകയും ഈ ശിലകൾ ഭൂഗർഭജലത്തെ ചൂടാക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂട് പിടിച്ച ഭൂഗർഭജലം ഭൗമോപരിതലത്തിൽ ഉറവകളായി എത്തുന്നതിനെ ആണ് ചൂട് നീരുറവകൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നീരുറവ, ചൂട് നീരുറവയാണ് മണികരൺ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മണികരൺ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നത്. ഹിമാചൽ പ്രദേശിലെ മണികരൺ. അതായത് ആ മണികരണിൽ നിന്ന് ഭൗമ താപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം, മണികരൺ എന്ന് പറയുന്ന ഭൗമ താപോർജം സ്ഥിതി ചെയ്യുന്ന, ഭൗമ താപോർജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന മണികരൺ എന്ന ചൂട് നീരുറവ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു എന്നത്. ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഭാഗമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. അതായത് കാശ്മീർ ഹിമാലയം കഴിഞ്ഞു, ഹിമാചൽ ഹിമാലയം കഴിഞ്ഞു. നമ്മൾ നോക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിനെ പറ്റിയാണ്. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗം ഗാഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവോൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ 3 നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതായത് കാശ്മീർ ഹിമാലയം ഏതാണെന്നും ഹിമാചൽ ഹിമാലയം ഏതാണെന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം ഏതാണെന്നും. ഉത്തരാഖണ്ഡ് ഹിമാലയം എവിടം മുതൽ എവിടം വരെയാണ്? സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾ നോക്കേണ്ടത് ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിലുള്ള നിരപ്പായ താഴ്വാരങ്ങളാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഈ സിവാലിക് മലനിരകള് 3ആയി തരംതിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും സിവാലിക് എന്നും ഉത്തരപർവ്വത മേഖലയെ പ്രധാനമായും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ നമ്മുടെ സിവാലിക് മലനിരയിലേക്ക് വരികയാണ്. അതായത് ഏറ്റവും താഴെയുള്ള ലെസർ ഹിമാലയത്തിലേക്ക് വരികയാണ്. ലെസർ ഹിമാലയത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. അതായത് ഒരുപാട് സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് ഈ സിവാലിക് എന്ന് പറയുന്നത്. ഡൂണുകൾക്ക് ഒരു പ്രധാന എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ഡെറാഡൂൺ എന്ന് പറയുന്നത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡെറാഡൂൺ അതൊരു ഡൂണിന് എക്സാമ്പിൾ ആണ്. ഈ പറയുന്ന ഡൂണുകള് പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന, അതായത് ഡൂൺസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, അവിടെ കാണുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൻ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക, നമ്മുടെ സിവാലിക് പർവ്വത നിരയിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾക്ക് പറയുന്ന പേരെന്താണ്? ബുഗ്യാൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ പറയുന്ന ബുഗ്യാനും ഒരു ടൂറിസ്റ്റ് പ്ലേസ്, ബുഗ്യാൻ എന്ന് പറയുന്ന ആ ഒരു പർവ്വതച്ചെരുവുകളിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഉണ്ടല്ലോ, അത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ്. ഇനി ബുഗ്യാനും ആട്ടിടയന്മാരും എന്താണ് എന്ന് ജസ്റ്റ് നോക്കാം. ഒരു കോളത്തിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഹിമാലയത്തിന് ഏകദേശം 3000 മുതൽ 4500 മീറ്റർ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് ഗാഡ്വാൾ മേഖലയിലെ ബുഗ്യാൻ എന്നറിയപ്പെടുന്നത്. ഈ ഹൈറ്റ് നമ്മളൊന്ന് ഓർത്തിരിക്കണം. അതായത് എന്താണ്? 3000 മുതൽ 4500 മീറ്റർ വരെ ഉയരത്തിനിടയിൽ കാണപ്പെടുന്ന പുൽമേടുകൾ ഗാഡ്വാൾ മേഖലയിലാണ് ബുഗ്യാൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബുഗ്യാൻ പുൽമേടുകൾ ഡൂണുകളിലാണ്, ഡൂൺ പ്രദേശങ്ങളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. അതായത് നമ്മുടെ സിവാലിക് മലനിരകളിലാണ്. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടുന്ന ബുഗ്യാനുകൾ മഞ്ഞുരുകുന്നതോടെ പച്ച പുതിച്ച് പുൽമേടുകളായി മാറുന്നു. ഈ അവസരങ്ങളിൽ താഴ്വാരങ്ങളിൽ നിന്ന് ആട്ടിടയന്മാർ വളർത്തുമൃഗങ്ങളുമായി ബുഗ്യാലുകളിൽ എത്തുന്നു.
താഴ്വാരങ്ങൾ വരണ്ടുണങ്ങുന്ന വേനൽക്കാലത്ത് സമൃദ്ധമായ പച്ചപ്പുള്ള ബുഗ്യാലുകളിൽ ഇവർ താൽക്കാലിക പാർപ്പിടങ്ങൾ ഒരുക്കി വളർത്തുമൃഗങ്ങളോടൊപ്പം വസിക്കുന്നു. മഞ്ഞുകാലാരംഭത്തോടെ മലയിറങ്ങി അടുത്ത സീസൺ വരെ താഴ്വാരങ്ങളിൽ വസിക്കുന്നു. വളർത്തുമൃഗങ്ങളോടൊപ്പം താഴ്വാരങ്ങളിലേക്കും തിരികെ പർവ്വതങ്ങളിലെ പുൽമേടുകളിലേക്കുമുള്ള ഇടയന്മാരുടെ കാലദേശാടനത്തിനെ ട്രാൻസ്ഹ്യൂമൻസ് എന്ന് വിളിക്കുന്നു. ഇത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. എങ്ങാനും ഒരു സ്റ്റേറ്റ്മെന്റിൽ എങ്ങാനും ചോദിച്ചാലോ ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് അപ്പൊ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മുടെ അവിടുത്തെ പുൽമേടാണ് ബുഗ്യാൻ പുൽമേട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സിവാലിക് മലനിരകളിൽ കാണപ്പെടുന്ന പുൽമേടാണ് ബുഗ്യാൻ പുൽമേട് എന്ന് പറയുന്നത്. ഈ ബുഗ്യാൻ പുൽമേട്ടില് ആട്ടിടയന്മാർ വരാറുണ്ട്. ആ ആട്ടിടയന്മാരുടെ കാലദേശാടനത്തിന് പറയുന്ന പേരാണ് ട്രാൻസ്ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ജസ്റ്റ് വേടൊന്ന് ഓർത്തിരുന്നുള്ള വല്ല സ്റ്റേറ്റ്മെന്റിൽ എങ്ങാനും ചോദിച്ചാലോ. ഇനി മധ്യ ഹിമാലയം. ഇപ്പൊ നമ്മൾ കിഴക്കൻ ഹിമാലയവും കിഴക്കൻ ഹിമാലയത്തിന്റെ സബ് ഡിവിഷനും കഴിഞ്ഞു. അടുത്തതാണ് നമ്മുടെ മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അതായത് എന്താണ്, കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. അതായത് നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ നേപ്പാളിലേക്കാണ് കൂടുതൽ പോർഷൻസ് വരുന്നത്, അതുകൊണ്ട് തന്നെ അതിനെ നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇനി മധ്യ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ നേപ്പാൾ ഹിമാലയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കൂടുതൽ പോർഷൻ നേപ്പാളിൽ വരുന്നതുകൊണ്ട് തന്നെ മധ്യ ഹിമാലയത്തിനെ നേപ്പാൾ ഹിമാലയം എന്ന് പറയുന്നു. ഈ മധ്യ ഹിമാലയത്തിൽ ഇന്ത്യയിൽ ഉൾക്കൊള്ളുന്നത് ഏതൊക്കെയാണ്? സിക്കിമും ഡാർജിലിംഗുമാണ്. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഡാർജിലിംഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണെന്ന്. നമ്മൾ പെട്ടെന്ന് എന്താ വിചാരിക്കുക, ഉത്തരാഖണ്ഡോ ഹിമാചൽ പ്രദേശോ ജമ്മു കാശ്മീരൊക്കെ ആയിരിക്കുന്നു, കാരണം ഹിമാലയവുമായി ബന്ധപ്പെട്ടതല്ലേ. അപ്പൊ പെട്ടെന്ന് നമുക്ക് ആൻസർ ആയിട്ട് തോന്നും ഈ പറഞ്ഞതൊക്കെ ആയിരിക്കും. പക്ഷെ ആക്ച്വലി ഡാർജിലിംഗ് എന്ന സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. അതൊന്ന് ഓർത്തിരിക്കുക. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നേപ്പാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി കാഞ്ചൻജംഗ പർവ്വതവും ഇന്ത്യൻ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഥുല ചുരവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മള് ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ വലിയ കൊടുമുടിയായ മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം റീജിയനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം റീജിയനിലാണ് മൗണ്ട് ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതേസമയം ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ്, നേപ്പാളിലാണ് മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാം. അത് മധ്യ ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാഞ്ചൻജംഗ പർവ്വതം പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കാഞ്ചൻജംഗയാണ്. ഈ പറയുന്ന കാഞ്ചൻജംഗ പർവ്വതവും അതുപോലെ തന്നെ സിക്കിമിലുള്ള നാഥുല ചുരവും സ്ഥിതി ചെയ്യുന്നത് മധ്യ ഹിമാലയത്തിലാണ്. ഓക്കെ. അടുത്തതായിട്ട് ഈ പ്രദേശത്ത് ഭൂമിശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ബ്രിട്ടീഷുകാര് കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചു. നമുക്കറിയാലോ, നമ്മുടെ തേയില സംസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ്? ആസാമാണ്. അപ്പൊ ഈ പറയുന്ന പോർഷൻസ് മധ്യ ഹിമാലയത്തിലാണ് വരുന്നത്. അപ്പം അവര് തേയില കൃഷി ആരംഭിച്ചു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ ഡാർജിലിംഗ് തേയില, ഇത് തെറ്റാണ് എന്ന് നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് തന്നെ ഓർത്തിരിക്കുക, ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഇനി അതിന്റെ അവസാനത്തെ മൂന്നാമത്തേതുമായ പോർഷനാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. കിഴക്കൻ ഹിമാലയം എന്ന് പറയുമ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം. ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. ആസാം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംജ പർവ്വ. നംജ പർവ്വയാണ് കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ കൊടുമുടി. അതേസമയം നമ്മുടെ മധ്യ ഹിമാലയത്തിലേതാണ്? എവറസ്റ്റ് ആണ് ഏറ്റവും വലിയ കൊടുമുടി. അതുപോലെ തന്നെ കാഞ്ചൻജംഗയുമുണ്ട്. ഇനി കിഴക്കൻ ഹിമാലയം നമ്മുടെ ആസാം ഒക്കെ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. ഈ പറയുന്ന കിഴക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയാണ് നംജ പർവ്വ എന്ന് പറയുന്നത്. ഇനി അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി അല്ലെങ്കിൽ അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ബോണ്ടില. മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നത് ദിഫു തുടങ്ങിയ പ്രധാന ചുരങ്ങളും എവിടെയാണ്? കിഴക്കൻ ഹിമാലയത്തിലാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാണ് പ്രധാനമായിട്ടും? അരുണാചൽ പ്രദേശിനെ ലാസയുമായി ബന്ധിപ്പിക്കുന്നത് ബോഡില ചുരവും
അതുപോലെ തന്നെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നത് ദിഫു ചുരവുമാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പൂർവാഞ്ചൽ കുന്നുകളാണ്. അതായത് നമ്മളിപ്പോ നമ്മുടെ ട്രാൻസ് ഹിമാലയവും ഹിമാലയവും കംപ്ലീറ്റ് ചെയ്തു. അതായത് ഉത്തര പർവ്വത മേഖലയെ പ്രധാനമായും മൂന്നായി തിരിച്ചിരിക്കുന്നു. ട്രാൻസ് ഹിമാലയമെന്നും ഹിമാലയമെന്നും പൂർവാഞ്ചൽ കുന്നുകൾ അതായത് കിഴക്കൻ മലനിരകൾ, ഇങ്ങനെ മൂന്നായി തിരിച്ചിരിക്കുന്നു. അതിനൊരുപാട് സബ് ഡിവിഷൻസ് ഉണ്ട് ഓരോന്നിനും അകത്ത്. മെയിൻ ആയിട്ടുമുള്ളത് ഈ മൂന്നെണ്ണമാണ്. അതിലെ അവസാനത്തേതാണ് പൂർവാഞ്ചൽ കുന്നുകൾ എന്ന് പറയുന്നത്, അഥവാ കിഴക്കൻ മലനിരകൾ എന്ന് പറയുന്നത്. ബ്രഹ്മപുത്രയ്ക്ക് കിഴക്ക് ഹിമാലയൻ പർവ്വതം, വടക്ക് തെക്ക് ദിശയിൽ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകൾ കാണപ്പെടുന്നു. സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള ഈ കുന്നുകൾ പൂർവാഞ്ചൽ കുന്നുകൾ എന്നറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു, പൂർവാഞ്ചൽ കുന്നുകളിൽ കാണപ്പെടുന്ന കുന്നുകളാണ് പട്കായി കുന്നുകള്, നാഗാ കുന്നുകള്, മീസോ കുന്നുകളും ഒക്കെ. അതുപോലെ തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻ റാം എന്നീ പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പറയുന്ന കിഴക്കൻ മലനിരകൾ അഥവാ പൂർവാഞ്ചൽ കുന്നുകളിൽ തന്നെയാണ്. ഇനി നമ്മൾ പൂർവാഞ്ചൽ കുന്നുകൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് കെയ്ബുൾ ലംജാവോ എന്ന് പറയുന്ന ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന മണിപ്പൂരിലെ കെയ്ബുൾ ലംജാവോ. അതുപോലെ തന്നെ മണിപ്പൂരിലെ ലോക്താങ് തടാകവും. ഈ പറയുന്ന കെയ്ബുൾ ലംജാവോ എന്ന ചലിക്കുന്ന ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് ലോക്താങ് തടാകമാണ്. ഇനി ഈ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അത് മണിപ്പൂരാണ്. അപ്പം ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ചലിക്കുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത് കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനമാണ്. അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂരും തടാകം എന്ന് പറയുന്ന ലോക്താങ് തടാകവുമാണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഉത്തര പർവ്വത മേഖലയെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ കാലാവസ്ഥയാണ്. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മീതോഷ്ണ കാലാവസ്ഥയായിരിക്കും. എന്നാൽ ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവ സമാനമായ തീവ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്നു. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഉയരം കൂടുന്തോറും തണുപ്പ് കൂടും, അവിടെ ശൈത്യകാലമാണ്. ഇപ്പൊ കാശ്മീരിലൊക്കെ അനുഭവപ്പെടുന്ന ശൈത്യകാലം ഒന്നും കിഴക്കൻ മലനിരകളിൽ അനുഭവപ്പെടുന്നില്ല. അനുസരിച്ചിട്ട് കാലാവസ്ഥയിലെ വ്യതിയാനവും ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തതായി പാഠപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് നദീവ്യവസ്ഥ എന്ന ടോപ്പിക്ക്. പ്രധാനമായും ഈ നദീവ്യവസ്ഥയിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഹിമാലയൻ നദികൾ മാത്രമാണ്. ഉപദ്വീപീയ നദികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രധാനമായും ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദിയും ഇവയുടെ പോഷക നദികളും ചേർന്നതാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയിലെ നദീവ്യൂഹം എന്ന് തന്നെ പറയുന്നത്. ഈ പറയുന്ന എല്ലാ നദികളിലും വർഷത്തിൽ എല്ലാ സമയത്തും ജലസമൃദ്ധമായിരിക്കും. വർഷകാലത്ത് മഴയിൽ നിന്നും വേനൽക്കാലത്ത് മഞ്ഞുരുകിയും ഇവയ്ക്ക് ജലം ലഭിക്കുന്നു. അതിനാൽ തന്നെ ഇവ എപ്പോഴും ജലസമൃദ്ധമായിരിക്കും. പിന്നെ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ രൂപ താഴ്വാരയും. വെള്ളച്ചാട്ടം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നദിയുടെ ഒഴുക്കിനിടയിൽ ഉയരത്തിൽ നിന്നും നദീജലം കുത്തനെ താഴേക്ക് വരുന്നു. വാട്ടർഫോൾസ് കാണാത്തവരായിട്ട് നമ്മൾ ആരും ഇല്ലല്ലോ. അതായത് നദീജലം ഒഴുകി വന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് കുത്തനെ താഴേക്ക് പതിക്കുന്നു. ഇതിനെയാണ് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അതേസമയം രൂപ താഴ്വാര എന്താണ്? നദി ഒഴുകുമ്പോൾ വശങ്ങളിലെ അപരദനം മൂലം വീതി വർദ്ധിക്കുകയും നദീതടത്തിലെ അടിത്തട്ടിലെ അപരദനം മൂലം ആഴം വർദ്ധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു അക്ഷരത്തിനോട് സാദൃശ്യമുള്ള രൂപ താഴ്വാര രൂപം കൊള്ളുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് രൂപ താഴ്വാര എന്നറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഹിമാലയൻ നദികളുടെ ജസ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഹിമാലയൻ നദികൾ ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ ഈ പറയുന്ന ഹിമാലയത്തിനെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്നൊക്കെ തിരിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഓൾറെഡി ഈ ചിത്രത്തിലും പറഞ്ഞിരിക്കുന്നത്. ഇനി സിന്ധു നദിയും അതുപോലെ തന്നെ ഗംഗാ നദിയും ബ്രഹ്മപുത്ര നദിയുടെയും ഉത്ഭവസ്ഥാനത്തെ പറ്റി പറയുന്നുണ്ട്. മാനസ സരോവർ തടാകത്തിൽ നിന്നുമാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ പ്രധാന
നീരൊഴുക്ക് വ്യൂഹം. നമുക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പോർഷനിലാണ് സിന്ധു നദി കിടക്കുന്നതെന്ന്. അപ്പം സിന്ധു നദിയും സിന്ധു നദിയുടെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഇനി ഗംഗാ നദി, ഗംഗോത്രി ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗാ നദി, അതിന്റെ പ്രധാന പോഷക നദികളാണ് യമുന, ഘാഘര, ഗണ്ഡക്, കോസി തുടങ്ങിയവ. ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികളാണിവ. ഇനി അടുത്തത് ബ്രഹ്മപുത്രയാണ്. മാനസ സരോവർ തടാകത്തിലെ ചെംഇങ്ദുങ് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്ര നദിയുടെ പ്രധാന പോഷക നദികളാണ് ദിബാഗ്, ലോഹിത, മാനസ് മുതലായവ. കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് ആരാണ് സിന്ധു നദി, മിഡിൽ ഭാഗത്ത് ആരാണ് ഗംഗാ നദി, കിഴക്ക് ഭാഗത്ത് ആരാണ് ബ്രഹ്മപുത്ര നദിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. അവയുടെ ഉത്ഭവസ്ഥാനവും പറഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണ്. ഹിമാലയൻ പ്രദേശത്ത് പൊതുവായും പർവ്വത മണ്ണും വനമണ്ണുമാണ് സ്ഥിതി ചെയ്യുന്നത്, വനമണ്ണുമാണ് കാണപ്പെടുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കരീവാസ് എന്ന് പറയുന്ന ഒരു മണ്ണിനം നമ്മുടെ ജമ്മു കാശ്മീർ ഏരിയയിൽ കാണപ്പെടുന്നുണ്ട്. അതായത് ഹിമാലയൻ പ്രദേശത്ത് കരീവാസ് എന്ന ഒരു തരം മണ്ണ് കാണപ്പെടുന്നുണ്ട്. നേർത്ത മണലും ജൈവാംശവും നിറഞ്ഞ മണ്ണാണ് ഈ കരേവാസ് എന്ന് പറയുന്നത്. കുങ്കുമ കൃഷി ചെയ്യുന്നത്, അതായത് കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ ഇന്ത്യയിലെ മണ്ണിനം ഏതാണെന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ എന്താണ്? കരേവാസ് ആണ് അതിന്റെ ആൻസർ. ഇനി അവിടുത്തെ സസ്യജാലങ്ങള് അവയുടെ ഉയരത്തിനൊക്കെ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. അതായത് ഉയരം കൂടിയ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ സസ്യജാലങ്ങൾക്കും ഡിഫറൻസ് ഉണ്ടാകും. ഏകദേശം 200 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത്. അതായത് നമ്മുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന വനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാന ദേശീയ ഉദ്യാനങ്ങളാണ്. അതായത് പടിഞ്ഞാറൻ ഹിമാലയത്തിലും കിഴക്കൻ ഹിമാലയത്തിലും കുറച്ച് ദേശീയ ഉദ്യാനങ്ങളുണ്ട്. ആ ദേശീയ ഉദ്യാനങ്ങളുടെ സംസ്ഥാനങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കണം. ഡച്ചിംഗം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ഹെമീസ് നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ലഡാക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. പൂക്കളുടെ താഴ്വാര എന്നറിയപ്പെടുന്ന ഉത്തരാഖണ്ഡിലാണത്. കോർബറ്റ്, അതായത് ജിം കോർബറ്റ്, ഉത്തരാഖണ്ഡിലാണ് ജിം കോർബറ്റ് സ്ഥിതി ചെയ്യുന്നത്. രാജാജി ദേശീയ ഉദ്യാനവും ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഈ പറയുന്ന ദേശീയോദ്യാനങ്ങൾ അഥവാ നാഷണൽ പാർക്കുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒരുപാട് വട്ടം ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി കിഴക്കൻ ഹിമാലയത്തിൽ കാണപ്പെടുന്നവയാണ് കാഞ്ചൻജംഗ, ദിബ്രു, കസിരംഗം, മാനസ് എന്ന്. ഇത് മാനസ്, അതേപോലെ തന്നെ കെയ്ബുൾ ലഞ്ചാവ് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ കാഞ്ചൻജംഗ സിക്കിമിലാണ് കാണപ്പെടുന്നത്, കെയ്ബുൾ ലഞ്ചാവ് മണിപ്പൂരിലാണ് കാണപ്പെടുന്നത്. ദിബ്രുവും അതുപോലെ തന്നെ കസിരംഗൻ നാഷണൽ പാർക്കും മാനസ് നാഷണൽ പാർക്കും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ പ്രധാന കൃഷി രീതികളും കൃഷിയുടെ കാര്യങ്ങളും ഒക്കെ. നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഉരുളൻകിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ ഹിമാലയത്തിന്റെ പർവ്വതച്ചെരിവുകളിലും താഴ്വാരങ്ങളിലും പ്രത്യേകിച്ച് ആസാം, ഡാർജിലിംഗ് മേഖലകളിൽ തേയില കൃഷിക്കാണ് കൂടുതലായി ഉള്ളത്. അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. അവർ ഓൾറെഡി തന്നെ പറഞ്ഞു, ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഡാർജിലിംഗിൽ തേയില കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയിരുന്നു എന്നുള്ള കാര്യം. അതേപോലെ തന്നെ നമ്മുടെ ടീ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഏതാണ്? ആസാമാണ്. അപ്പം അവിടെ രണ്ടിടത്തുമാണ് കൂടുതലായിട്ട് തേയില കൃഷി ചെയ്യുന്നത്. ഇത്രയുമാണ് ജോഗ്രഫിയുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ, ലോകത്തിന്റെ നെറുകയിൽ നിന്ന് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ സി യു നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി എത്തുന്നത് വരെ. ഓക്കെ, ബൈ.